ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ മൊഡ്യൂൾ 3-ലെ നമ്മുടെ ചാപ്റ്റർ 6-ത്തെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിലത്തെ ഒരു കൊറോളറിയാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് കൊറോളറി 12. ലെറ്റ് ദ ഫംഗ്ഷൻ കൊറോളറി 12 നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ബി മോണോട്ടോൺ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി closed and bounded interval. Then f is absolutely continuous on closed interval ab if and only if integral a to b f dash. അപ്പം നിങ്ങൾ നോക്കണം മക്കളെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ സ്മോൾ എഫ് അല്ലേ, അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് വേണ്ടേ? സ്മോൾ എഫ് ആണ് കേട്ടോ, അല്ലാണ്ട് ക്യാപിറ്റൽ എഫ് അല്ല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ നോട്ടിലെ. അതായത് സ്മോൾ എഫ് വെച്ചിട്ടല്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്, അപ്പോൾ ഇവിടെയൊക്കെ സ്മോൾ എഫ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എഫ് ഒരു മോണോട്ടോൺ ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട്? മോണോട്ടോൺ ഫംഗ്ഷനാണ്. മോണോട്ടോൺ എന്ന് പറയുന്നത് എന്താവാം? ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ്. എഫ് ബി ഓക്കെ, എഫ് ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു എഫ് ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തു. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെന്നും അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ മോണോട്ടോണിസിറ്റിയുടെ ആവശ്യമില്ല അല്ലേ. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ നമുക്കറിയാം, അവിടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം എഫ് ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇൻ്റഗ്രൽ എ ടു ബി അല്ലേ, എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ അവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എനോട് ഈക്വലാണ്. അപ്പോൾ മോണോട്ടോണിസിറ്റീൻ്റെ ആവശ്യം തന്നെ ഇല്ല. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത പാർട്ട് നോക്കണം. അടുത്തത് എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നിങ്ങൾ നൊട്ടേഷൻ നോക്കുക കേട്ടോ. ഫുള്ള് ക്യാപിറ്റൽ എഫിലാണ് നൊട്ടേഷനിലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിലും ക്യാപിറ്റൽ എഫ് യൂസ് ചെയ്യുക ഫുള്ള്. ഇനി സ്മോൾ എഫ് ആണ് സ്റ്റേറ്റ്മെൻറ്റിൽ മൊത്തമെങ്കിൽ നിങ്ങൾ പ്രൂഫിലും മൊത്തം സ്മോൾ എഫ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി കോൺവേഴ്സ്ലി എന്താണ് അസ്യൂം ചെയ്യുന്നത്? എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മുടെ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതായത് ഈ കണ്ടീഷനെ നമ്മൾ സ്റ്റാറിന് കൊടുത്തു. അതായത് നമ്മൾ കോൺവേഴ്സ്ലി അസ്യൂം ചെയ്തു, കോൺവേഴ്സ്ലി അസ്യൂം എഫ് ഈസ് എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് എന്തെന്ന് കൂടി എടുത്തു? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ അഡിറ്റീവ് ആണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഡി എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? 0. രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്തിനോട് ഈക്വലാ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷിൽ നിന്ന് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കുറച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? 0 കിട്ടി. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇൻ്റഗ്രൽ നമ്മുടെ ഇൻ്റർവെൽ ഉണ്ട് അല്ലേ, ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ
ഉള്ളിലത്തെ ഏത് എക്സ് എങ്കിലും എടുത്തു, ഒരു ഓർബിട്രറി എക്സ് എടുത്തിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയും ഇത് ഹോൾഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്കറിയാലോ, ഇൻ്റഗ്രൽ എ ഇവിടെ ഒരു സി എടുത്താൽ എ ടു സി എഫ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തിനോട് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഡി എക്സ് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പം അത് വെച്ചിട്ട്, അതായത് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്ത് വരും, എക്സ് വെച്ചിട്ട് വരുമ്പോൾ എന്ത് വരും, നമ്മുടെ ഈ തിയറത്തിൽ എക്സ് വെച്ച് വന്നാൽ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ അതിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇത് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ടു ബി എഫ് ഡാഷ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ കൊടുത്താൽ ഇൻ്റഗ്രൽ എക്സ് ടു ബി എഫ് ഡി എക്സ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ടേമുകളുടെ ഈ ഒരു ടേമിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, I1 എന്ന് വിളിച്ചു. ഈ ടേമിനെ നമ്മൾ I1 എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ I2 എന്ന് വിളിച്ചു. ഈ രണ്ട് ടേമുകളുടെ സം എന്താണ്, 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം ഉണ്ട് മക്കളെ, എന്താണ്, അപ്പോൾ നമുക്ക് I1 പ്ലസ് I2 ഈക്വൽ ടു 0 അല്ലേ. രണ്ട് ഇൻ്റഗ്രലിൻ്റെ സം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, I1. ഇപ്പോൾ രണ്ട് ടേമുകളുടെ സമ്മ് ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. നമുക്ക് ഓൾറെഡി നമുക്കൊരു കൊറോളറി പ്രകാരം നമുക്കറിയായിരുന്നു, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഡി എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ അല്ലേ. അപ്പോൾ വലുതെന്ന് ചെറുത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. സോറി, ചെറുതെന്ന് വലുത് കുറച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. അപ്പം ഇതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ടേമും എന്താന്ന് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എനിക്കൊന്ന് കൊറോളറി 4ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. കൊറോളറി 4 പറയുന്നത് ഇങ്ങനെയായിരുന്നു, എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് എങ്കിൽ, എഫ് ഡാഷ് ഇൻ്റഗ്രബിളും ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പം ഇതായിരുന്നു നമ്മുടെ കൊറോളറി 4 കേട്ടോ. അപ്പം ഇത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റി, നമുക്കുള്ളത് ഇൻ്റഗ്രൽ നമ്മുടെ I1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് മൈനസ് എഫ് ഓഫ് എക്സ് എ ടു എക്സ് കേട്ടോ, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി വലുതല്ലേ, ചെറുതെന്ന് വലുത് കുറച്ചാൽ ഇത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. മറ്റതും ഈ I1ഉം I2 എന്താണെന്ന് കിട്ടും നമുക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് ഈക്വൽ ടു 0 കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും I1ഉം എന്തായിരിക്കണം, I1ഉം ഈക്വൽ ടു 0 ആയിരിക്കണം, I2ഉം ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് കിട്ടി. അപ്പം I1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഡി എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, ഈക്വൽ ടു, നമുക്ക് ഇതൊന്നും എഴുതാം, I1 ഇവിടെ എഴുതി കാണിക്കാം. I1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഡി എക്സ് മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. മൈനസ് എഫ് ഓഫ് എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡാഷ് ഡി എക്സ് പ്ലസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്.
അപ്പോൾ ഏത് ഒരു എക്സ് എടുത്താലും ഇതിന് ഇങ്ങനെ എഴുതാന്ന് കിട്ടിയില്ലേ? അതായത് എഫ് എന്താന്ന് കിട്ടി? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ എക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ സെക്കൻഡ് പാർട്ടിൽ നിന്ന് എന്ത് കിട്ടും? എഫ് ഈസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ബി അല്ലേ? അപ്പോൾ ത്രൂ ഔട്ട് എന്താണ്? എഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് കിട്ടി. എഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു തിയറം ഉണ്ടായിരുന്നു അല്ലേ? എഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാനും പറ്റും? അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നും പറയാൻ പറ്റും. അപ്പം നമുക്ക് എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. അത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. അത് എന്ത് ഇംപ്ലൈ ചെയ്യും? എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് ഇംപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് ഇതൊരു കൊറോളറി അല്ല, ഒരു ലെമ്മയാണ്. ലെമ്മ. അപ്പൊ അടുത്ത നമ്മുടെ ലെമ്മ എന്താ പറയുന്നത് നോക്കാം. ലെമ്മ 13 ആണ് കേട്ടോ നമ്മുടെ ലെമ്മ 13. ലെമ്മ എന്നാ പറയുന്നത്? എഫ് എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ സ്മോൾ എഫോ ക്യാപിറ്റൽ എഫോ എന്തും യൂസ് ചെയ്യാം കേട്ടോ, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ഒരു കാര്യം നോക്കുക, ഈ നോട്ടിൽ മാറിപ്പോയിട്ടുണ്ട് നൊട്ടേഷൻ എങ്കിൽ യുണീക്കായിട്ട് ഫോളോ ചെയ്യുക. ക്യാപിറ്റൽ എഫ് ആണെങ്കിൽ ഫുള്ള് ക്യാപിറ്റൽ എഫ്, സ്മോൾ എഫ് ആണ് സ്മോൾ എഫ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തു? ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എന്താണെന്ന് എടുത്തു? നമ്മൾ എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് എല്ലായിടത്തും എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും 0 ആണ്. 0 അല്ലാത്ത നെഗ്ലിജിബിൾ പോയിന്റുകളെ ഉള്ളൂ എന്ന് എടുത്തു. If and only if integral x1 to x2 f equal to 0 for all ഓപ്പൺ ഇൻ്റർവൽ x1, x2 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇതാണ് നമ്മുടെ ലെമ്മ 13 പറയുന്നത്. എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ x1 to x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ x1, x2 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സ് 0 ആണ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് എടുത്തു. ഒരു ഫംഗ്ഷൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും 0 ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ, ദെൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതാൻ പറ്റി നമുക്ക്. ഇൻ്റഗ്രൽ x1 to x2 എഫ് ഈക്വൽ ടു 0. അത് ഒബ്വിയസ് ആണ്. ഇനി കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യാണ് ഇൻ്റഗ്രൽ x1 to x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ ഓപ്പൺ ഇൻ്റർവെൽസ് x1, x2 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ. ശരിക്കും ഈ ഓൾമോസ്റ്റ് എവരിവെയർ പ്രോപ്പർട്ടി ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം അല്ലേ, ആ പ്രോപ്പർട്ടി ഹോൾഡ് എപ്പോഴാണ് നമ്മൾ ഓൾമോസ്റ്റ് എവരിവെയർ പ്രോപ്പർട്ടി എന്ന് പറയുക? ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്ത പോയിന്റുകളുടെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മളെടുത്തു ഇൻ്റഗ്രൽ x1 to x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ x1, x2 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇനി നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മളെല്ലാ ഓപ്പൺ ഇൻ്റർവെല്ലിലും 0 ആണെന്നല്ലേ എടുത്ത ഇൻ്റഗ്രലിൽ, നമ്മൾ ഏതൊരു മെഷറബിൾ സെറ്റ് എടുത്താലും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഏതൊരു മെഷറബിൾ സെറ്റ് എടുത്താലും അതിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏതൊരു ഓപ്പൺ സെറ്റിനെയും നമുക്ക് നമ്മുടെ റിയലിൻ്റെ
കണ്ടീഷൻ ആണല്ലേ. ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിനെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഏത് അപ്പോൾ ഈ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് അല്ലേ. അപ്പം എനിക്ക് ഏതൊരു ഓപ്പൺ സെറ്റ് അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഏതൊരു ഓപ്പൺ സെറ്റ് ഈ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ജോയിൻ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രലിൽ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? ആ ഡൊമൈൻ്റെ സമ്മായിട്ട് എടുക്കാം. x1 to x2 എഫ് പ്ലസ് ഡി എക്സ് പ്ലസ് ഒരു x3 to x4 ആണ് അടുത്തതെങ്കിൽ എഫ് ഡി എക്സ് ഇങ്ങനെ എഴുതാൻ പറ്റും, നമുക്കറിയാം. അപ്പോൾ അവിടെയും എന്ത് ചെയ്യും? അവിടെ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഇനി നമുക്ക് ജി ഡെൽറ്റ സെറ്റ് അല്ലേ. ജി ഡെൽറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ സെറ്റുകളുടെ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ എല്ലാ ജി ഡെൽറ്റ സെറ്റുകളും എന്താണെന്ന് നമുക്കറിയാം, മെഷറബിൾ ആണെന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ആ ജി ഡെൽറ്റ സെറ്റുകളിലും എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓവർ ഈ എഫിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു ജി ഡെൽറ്റ സെറ്റ് ആണെങ്കിലും അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 അല്ലാത്ത പോയിന്റ് ഉണ്ടാവുമല്ലോ, അല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെറ്റ് ഇ എടുത്തു. അപ്പോൾ ഏതൊരു ജി ഡെൽറ്റ സെറ്റ് മൈനസ് ഇ നോട്ട് എന്നുള്ളതാക്കി നമ്മൾ എന്തിനെ? അവിടുത്തെ മെഷറബിൾ സെറ്റുകളിലൊക്കെ. അപ്പോൾ ജി എന്ന് പറയുന്നത് ജി ഡെൽറ്റ സെറ്റാണ്. മെഷർ ഓഫ് ഇ നോട്ട് അല്ലേ, ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തതിൻ്റെ മെഷർ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു മെഷറബിൾ സെറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ മെഷറബിൾ സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ ഈ ഒരു മെഷറബിൾ സെറ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഈനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. അതായത് ഇ പ്ലസും ഇ മൈനസും. ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന എക്സുകളുടെ കളക്ഷനും ഇ മൈനസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആവുന്ന എക്സുകളുടെ കളക്ഷനും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇയുടെ എന്താണ്? സബ്സെറ്റ് ആണല്ലേ. അപ്പോൾ ഇതും എന്താണ്? മെഷറബിൾ ആണ് കേട്ടോ. ഈ സെറ്റും മെഷറബിൾ ആണ്. ഇ പ്ലസും ഇ മൈനസും മെഷറബിൾ ആണ്. നമ്മൾ എഫ് പ്ലസ് ഒന്ന് റീകോൾ ചെയ്യാം. എഫ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് 0 ആണ്. എഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ രണ്ടും എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എടുത്തു. പോസിറ്റീവ് വാല്യൂസ് വരുന്നത് അതെന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് വരുന്നത് എവിടെയാണ്? ഇൻ്റഗ്രൽ ഓവർ ഈ എ ടു ബിയിൽ പോസിറ്റീവ് വരുന്നത് എപ്പോഴായിരിക്കും? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ സെറ്റിൽ നിന്ന് എടുക്കുമ്പോഴല്ലേ. അപ്പോൾ അതെന്തിനോട് ഈക്വല? ഇൻ്റഗ്രൽ ഓവർ ഇ പ്ലസ് എഫ്. അപ്പോൾ ഇതെന്താന്ന് കിട്ടി? നമുക്ക് ഓൾറെഡി അറിയാം. എഫ് ഇൻ്റഗ്രലിൻ്റെ എഫ് മെഷറബിൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ഓപ്പൺ ഇൻ്റർവെല്ലിലും എഫിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു ഈ ഒരു മെഷറബിൾ സെറ്റാണ്. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ മെഷറബിൾ സെറ്റിൽ എഫിൻ്റെ വാല്യൂ എന്താണെന്നറിയാം, 0 ആണ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് മൈനസ് എടുത്തു. എഫ് മൈനസ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെ ഏതായിരിക്കും? ഈ മൈനസിലെ വാല്യൂസ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇ മൈനസ് മെഷറബിൾ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഇതിനെ എപ്പോഴും എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫിനെ എന്തെന്ന് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി
എഫ് മൈനസ് എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എന്താന്ന് നമുക്ക് പറഞ്ഞു, 0 ആണ്. ഇതും എന്താന്ന് പറഞ്ഞു, 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ഈ ത്രൂ ഔട്ട് ഇൻ്റഗ്രലിൽ എഫിൻ്റെ വാല്യൂ എന്താന്ന് കിട്ടും, നമുക്ക് 0 ആണെന്ന് കിട്ടും. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഉണ്ട് അല്ലേ. എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എഫിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, നമുക്ക് 0 ആണെന്ന് കിട്ടി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷനാണ്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.